നാടിന്റെ പൊതു ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള സർക്കാരിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഫലമായാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയ നിലയിലേക്ക് ഉയർന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂത്തുപറമ്പ് വേങ്ങാടി EK നായനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 5000 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചിലവഴിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. EK നായനാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരുങ്ങുന്നത്. നാട്ടിലാകെ, കേരളത്തിലാകെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. 5000 കോടിയിൽ പരം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി, സ്കൂളുകൾ തന്നെ ഹൈടെക്കായി മാറിയിരിക്കുന്നു. എല്ലാ ആധുനിക കാലത്ത് വേണ്ട അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇടമായി ഈ സ്കൂളുകൾ മാറുകയാണ്. അതിനുതകും വിധമുള്ള അക്കാദമിക് തലം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അധ്യാപകരും ആ നിലയിലുള്ള നൈപുണ്യം സമ്പാദിച്ച് മുന്നോട്ട് പോവുകയും, ഇതെല്ലാം കൊണ്ടാണ് രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ മേഖല ഏറ്റവും ശക്തമായ സംസ്ഥാനം എന്ന നിലക്കുള്ള അംഗീകാരം കേരളത്തിൽ ലഭിക്കാനിടയാകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ M. ഷാജിദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബിന, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VM. പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.